ഞാൻ പറഞ്ഞല്ലോ 2025 മാധ്യമങ്ങളിൽ അദ്ദേഹത്തെ സംബന്ധിച്ച്, പോറ്റിയെ സംബന്ധിച്ച് ഇങ്ങനൊരു വാർത്ത പുറത്തു വിടുന്നത് വരെ ശബരിമലയിൽ ഞാൻ കാണുന്ന പോറ്റി എന്ന് പറയുന്നത് വളരെ അയ്യപ്പ ഭഗവാനോട് ചേർന്ന് നിൽക്കുന്ന ശരിയായിട്ടുള്ള ഒരു ഭക്തൻ എന്നുള്ള നിലയിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ആയിരിക്കാം. ഇതിനെ ആയുധമാക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറുപക്ഷത്തും ഒരു പ്രതികരണം ഉണ്ടാവും. അതങ്ങനെ കരുതിയാൽ മതി. സോണിയാഗാന്ധി കളങ്കിതനായിട്ടുള്ള ഒരാളെ വിളിച്ച് വീട്ടിൽ കയറ്റുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. എല്ലാം ആയിരിക്കാമല്ലോ. സോണിയാഗാന്ധി കളങ്കിതനായിട്ടുള്ള ഒരു വ്യക്തിയെ വിളിച്ച് വീട്ടിൽ കയറ്റുമെന്ന് വിചാരിക്കേണ്ട കാര്യം എനിക്കെന്താ? ഇനി കളങ്കിതനായിട്ടുള്ള ഒരു കാര്യം ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഞാനും അദ്ദേഹവുമായിട്ട് അടുക്കുമായിരുന്നില്ല. അദ്ദേഹത്തെ കുറിച്ച് നല്ല മതിപ്പുള്ളത് കൊണ്ടാണ് അടുത്തൊന്നും സംസാരിച്ചതൊക്കെ തന്നെ. വീട്ടിൽ പോയത് ഓർമ്മയില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. വീട്ടിൽ പോയെന്ന് ഞാൻ പറഞ്ഞു. ഏത് ഫംഗ്ഷനാണെന്ന് മാത്രം ഓർമ്മയില്ലെന്നേ പറഞ്ഞുള്ളൂ. മതി, ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ. പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. പിന്നെ എന്തിനാ പറയുന്നത്? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.